ആണ് നമ്മുടെ വീട്. സാധനമൊക്കെ ഇറക്കാൻ പോവുക. നമ്മളിവിടെ സാധനം എല്ലാം ഇറക്കി വെച്ചു. ഇവിടെ നമ്മളെല്ലാം വൃത്തിയാക്കാനുണ്ട്. പണിയെല്ലാം എന്നുകൊണ്ട് തീർക്കുമല്ലോ, ചേട്ടന്മാരെല്ലാം പണി എന്നുകൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിച്ചൺ കേരളത്തിലെ CPM-നുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നമ്മളൊക്കെ ഇപ്പോൾ സാധനം അവിടെ ഇറക്കി വെച്ചതേ ഉള്ളൂ. അവിടെ പിന്നെ വൃത്തിയാക്കൊന്ന് അറേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ. ഇപ്പം നാളെ എല്ലാം അറേഞ്ച് സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. താങ്ക് യു. പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുക. ലിബി അവിടെ ഉണ്ട്, ലിബിനെ വിളിക്കാനായിട്ട് പോവുക. നാളെ രാവിലെ നമ്മളിനി അങ്ങോട്ട് ചെന്നിട്ട് അവിടെ എല്ലാം അടുക്കി പെറുക്കിയിട്ട് വേണം. മറ്റന്നാളാണ് പരിപാടി. ഓക്കെ, നമ്മുടെ ഹൗസ് വാമിങ് ദിവസം ഹോം ടൂർ. ഇവിടെ പണിക്കാരികൾ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൂമെല്ലാം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ലൈറ്റ് ഫുള്ള് കിട്ടും. ഇതാണ് ഫാമിലി. കിച്ചൺ, ഇതൊരു ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂം. ഇത് മൂന്നാമത്തെ. ഇത് ബാൽക്കണി. ഇതാണ് ബാൽക്കണിയിലെ ഫ്രണ്ട് വ്യൂ. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തിന് സ്തുതി. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്തായാലും ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വനമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം ഇത് സ്വന്തമാക്കുവാനായിട്ട് സഹായിച്ച അധ്വാനിച്ച പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ഒത്തിരിയേറെ പേരുണ്ട്. അവരെല്ലാം ദൈവകരങ്ങളിൽ നന്ദിയോടെ സമർപ്പിക്കാം. ഒപ്പം
ഇന്ന് ഇവിടെ ഈ ഭവനം കൂദാശ ഈശോ ദൈവത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയപ്പെട്ട ഒരു ഭവനമായി തീരുവാൻ, ദൈവത്തിന്റെ ഹിതത്തിന് ദൈവ പദ്ധതിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുവാനും, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവാശ്രയത്തില്, ദൈവസ്നേഹത്തില്, സഹോദര സ്നേഹത്തില്, അയൽപക്ക ബന്ധങ്ങളിലുമൊക്കെ ആത്മഊഷ്മളമായ രീതിയിൽ ജീവിതം നയിക്കുവാനായിട്ട് ഈ ഭവനം നിങ്ങൾക്ക് സഹായമാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നത്. ഒരു പ്രാർത്ഥനയുടെ ഭവനമായിരിക്കണം. എപ്പോഴും രാവിലെയും വൈകിട്ടുമൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കുടുംബത്തിലുണ്ടാകണം. പ്രത്യേകിച്ച് വിശുദ്ധ കൂദാശകൾ മുടക്കം കൂടാതെ പങ്കുകൊള്ളുക. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമായി മാറുവാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിയ എല്ലാവരെയും, കഷ്ടപ്പെട്ട എല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കുകയും അവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. പാല് കാച്ചുന്നത് വീട്ടോണ പാല് കാച്ച